നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ മുഴുവനും ഒരു സെപ്റ്റിക് ടാങ്ക് വെള്ളമായിരുന്നു നിയമസഭയ്ക്കകത്തെ ചർച്ച. എന്തിനേറെ പറയുന്നു, മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഡെമോ അടക്കം കാണിച്ച് നിയമസഭയിൽ വലിയ മാസാകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതും ചീറ്റിപ്പോയി. സാധാരണഗതിയിൽ ഇത് ഇപ്പോഴത്തെ ഭരണപക്ഷമാണ് കാണിച്ചിരുന്നെങ്കിൽ ഒരു മാസിനുള്ള വകയുണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ കാണിച്ചപ്പോൾ അത് ചീറ്റിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നു. വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു നില വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ഇന്നലത്തെ പിണറായി വിജയന്റെ പെർഫോമൻസ് പൊളിച്ചെടുക്കുന്നു എന്ന് വ്യക്തമാകുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI യുവജന വിദ്യാർത്ഥി സംഘടനയായ AIYF-ഉം AISF-ഉം നടത്തിയ പ്രതിഷേധം സംഘർഷമായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചതിൽ ചെളിവെള്ളമുണ്ടായി എന്ന ആരോപണത്തിൽ നിയമസഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രതിഷേധത്തിനെതിരെ ജലപീരങ്കിയിൽ പോലീസ് ഉപയോഗിച്ച വെള്ളം കുപ്പിയിൽ കൊണ്ടുവന്നാണ് പിണറായി വിജയൻ ആരോപണം ഉന്നയിച്ചത്. ഇതിന് മറുപടിയുമായാണ് രാഹുൽ രംഗത്തെത്തിയത്. പ്രതിപക്ഷ സമരക്കാരുടെ ദേഹത്ത് അടിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനജലമായിരുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ ദേഹത്തടിച്ചത് പനിനീരായിരുന്നല്ലോ, മിനറൽ വാട്ടറോ അല്ലായിരുന്നു. അന്ന് വസ്ത്രത്തിന്റെ നിറം മാറിയത് കളർ ഇളക്കിയത് കൊണ്ടല്ല, പോലീസിന്റെ ലാത്തിയും ഗ്രനേഡും ഏറ്റുവാങ്ങി ഞങ്ങളുടെ ചോര വീണത് കൊണ്ടായിരുന്നു. പ്രതിപക്ഷ യുവജന നേതാക്കളോടാണ്. 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി തെരുവിലിറങ്ങിയത് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ. അതങ്ങ് ശീലമായിക്കൊള്ളും. സമരാഭിവാദ്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. പ്രതിഷേധക്കാരെ നേരിടാൻ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് മുൻപിൽ ബാരിക്കേഡ് സ്ഥാപിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതോടുകൂടി വിദ്യാർത്ഥികൾ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചു. തുടർന്നാണ് ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞത്. അരമണിക്കൂറുകൾക്ക് ശേഷം ശരീരമാസകലം ചൊറിച്ചിൽ അനുഭവപ്പെടുകയായിരുന്നു എന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ പറയുന്നു. ആദ്യം ജലപീരങ്കിയിൽ നിന്നും കട്ടച്ചെളിയും പിന്നീട് മഞ്ഞ നിറത്തിലുള്ള വെള്ളവുമാണ് വന്നതെന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയത്. കക്കൂസ് മാലിന്യം കലർന്നിട്ടുള്ള വെള്ളമാണോ ഉപയോഗിച്ചത് എന്ന സംശയവും വിദ്യാർത്ഥികൾ പങ്കുവച്ചു. വിദ്യാർത്ഥികളെ പിന്തുണച്ച തൃശൂർ ഓലൂർ MLA K രാജനും രംഗത്തെത്തിയിരുന്നു. ഈ പോലീസ് നടപടിയെ ചെറുതായി കാണുന്നില്ല, ബോധപൂർവം പ്രശ്നമുണ്ടാക്കാനുള്ള നീക്കമാണ് നടന്നത്. സമരം ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടാണെങ്കിൽ സർക്കാർ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് സാധാരണ സമയമല്ലെന്ന് കൂടി ഓർക്കണം. പകർച്ചവ്യാധികൾ പടരുന്ന കാലമാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ചെളിവെള്ളം പ്രയോഗിച്ചത്? ഇതിന് സർക്കാർ മറുപടി പറയണമെന്നും K രാജൻ പ്രതികരിച്ചു. അതേസമയം കേരളത്തിൽ ആദ്യമായല്ല ജലപീരങ്കി പ്രയോഗിക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സഭയിൽ തന്നെ മറുപടി നൽകി. വാട്ടർ അതോറിറ്റിയിൽ നിന്നെടുത്ത വെള്ളമാണ് ജലപീരങ്കിയിൽ പ്രയോഗിച്ചതെന്നും പഴയകാലത്തെ ടാങ്കറിൽ നിന്ന് എടുത്ത വെള്ളമാകുമെന്നും മന്ത്രി പ്രതികരിച്ചു. വിഷയം പരിശോധിക്കാൻ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വെള്ളം ലബോറട്ടറിയിൽ അയക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകി. അതല്ലാതെ സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷമാണ് നടന്നിരുന്നുവെങ്കിൽ, അതായത് ഇപ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ തവണ ഭരണപക്ഷത്തിരുന്ന പിണറായി വിജയൻ സർക്കാരിനോടാണ് അന്നത്തെ പ്രതിപക്ഷമായ VD സതീശന്റെ പക്ഷം പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അവർ പറഞ്ഞേനെ അത് ജലമേ ഇല്ലായിരുന്നു, നിങ്ങൾക്ക് വെറുതെ തോന്നിയതാണ് എന്ന് പറഞ്ഞേനെ. പക്ഷെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൃത്യമായി പറയുന്നു, താങ്കൾ പറഞ്ഞ കാര്യം മുഖവിലക്കെടുക്കുന്നു, കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലാബിൽ കൂടി നമുക്ക് പരിശോധിക്കാം, കുറ്റം പറയുന്നില്ല. ഒരു പക്ഷേ അത് പല സാഹചര്യങ്ങളുമുണ്ട്. ആ വണ്ടിക്കകത്തെ ആ ടാങ്കറിനകത്തെ ഒരു പക്ഷേ അത് ഇരുമ്പ് പിടിച്ചതായിരിക്കാം, അതുമാകാം, അറിയില്ല എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും ലാബിൽ കൊടുത്ത് ഈ വെള്ളം പരിശോധിച്ച ശേഷം മാത്രം പ്രതിപക്ഷത്തിനുള്ള മറുപടി നമ്മൾ നൽകാം എന്നും ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുമെന്നും കൃത്യമായാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. മതി ഇത്തരം കാര്യങ്ങൾ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായ മറുപടി അല്ലെങ്കിലും നമുക്ക് പരിശോധിച്ചിട്ടെങ്കിലും മറുപടി എന്ന് പറയാൻ കാണിക്കുന്ന മനസ്സുള്ളൂ. അത് തന്നെയാണ് ഈ VD സതീശൻ സർക്കാരിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും സഭയ്ക്കകത്ത് പ്രതിപക്ഷ അംഗങ്ങൾ ചോദിച്ച പെൻഷനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളും ആ വ്യാകുലതകളും തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. അത് തീർച്ചയായിട്ടും അത് മുഖവിലക്കെടുത്ത് പഠിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്ന് ആണ് VD സതീശൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരം സ്വീകരിക്കുന്നത്, അതായത് മുമ്പ് സഭ കൂടിയപ്പോൾ തന്നെ സ്പീക്കർ പറഞ്ഞ കാര്യമാണ്, തല്ലൽ മാത്രമല്ല, ഒരാളുടെ അഭിപ്രായം പറയുന്നത്, ഒരു ഭാഗം ഒരാളുടെ അഭിപ്രായം പറയുന്നു, മറുഭാഗം അഭിപ്രായം സ്വീകരിച്ചതിന് ശേഷം തങ്ങളുടെ ആ പദ്ധതിയിൽ അല്ലെങ്കിൽ തങ്ങളുടെ ആ പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ ആ അഭിപ്രായത്തോട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കുക. അത് പ്രതിപക്ഷമാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായം തള്ളിക്കളയാതിരിക്കുക പരമാവധി, അല്ലെങ്കിൽ അത് ഭരണപക്ഷമായതുകൊണ്ട് ആ അഭിപ്രായം സ്വീകരിക്കില്ല എന്ന് പറയാതിരിക്കുക. പരമാവധി തമ്മിത്തല്ലല്ല, പകരം അഭിപ്രായങ്ങൾ തമ്മിലുള്ള ഒരു കൈമാറ്റലാണ് നടക്കേണ്ടത് എന്ന് സ്പീക്കർ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് കൃത്യമായി നടക്കുന്നത്. പരമാവധി ഭരണപക്ഷത്തെ ചൊറിയാൻ പ്രതിപക്ഷം തീരുമാനിച്ചു തന്നെയാണ്
ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ അതൊന്നും ആ ചോദിച്ചിലൊന്നും അത്ര അങ്ങോട്ട് ഏറ്റുവാങ്ങാതെ തട്ടിക്കളയുന്ന മന്ത്രിമാരെയും MLA മാരെയും മുഖ്യമന്ത്രിയുമാണ് കാണാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. പ്രതിപക്ഷ സമരക്കാരുടെ ദേഹത്ത് അടിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനജലമായിരുന്നു എന്ന് വിജയൻ. മിസ്റ്റർ വിജയൻ, നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ ദേഹത്തടിച്ചത് പനിനീരോ മിനറൽ വാട്ടറോ അല്ലായിരുന്നു. അന്ന് ഈ ഡ്രസ്സിന്റെ നിറം മാറിയത് കളർ ഇളകിയത് കൊണ്ടല്ല, പോലീസിന്റെ ലാത്തിയും ഗ്രനേഡും ഏറ്റുവാങ്ങി ഞങ്ങളുടെ ചോര വീണത് കൊണ്ടായിരുന്നു. പ്രതിപക്ഷ യുവജന നേതാക്കളോടാണ്. 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി തെരുവിലിറങ്ങിയത് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ. അതങ്ങ് ശീലമായിക്കൊള്ളും. സമരക്കാർക്ക് നേരെ പോലീസ് മനഃപൂർവ്വം മലിനമായ ചെളിവെള്ളമാണ് പ്രയോഗിച്ചതെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ജലപീരങ്കിയിലെ വെള്ളം നിറച്ച കുപ്പിയുമായാണ് സഭയിലെത്തിയത്. നാടകീയ രംഗങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ പടർത്താൻ സാധ്യതയുള്ള അതീവ അപകടകരമായ മലിനജലമാണ് വിദ്യാർത്ഥി നേതാക്കൾക്ക് നേരെ പ്രയോഗിച്ചതെന്നാണ് അദ്ദേഹം സഭയിൽ കുറ്റപ്പെടുത്തിയത്. ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമാണ് പോലീസ് ഇതിനായി ഉപയോഗിച്ചതെന്നും വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് സമീപം നടന്ന പ്രതിഷേധത്തിനിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ 3 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ആദ്യം കട്ടച്ചെളിയും പിന്നീട് മഞ്ഞ നിറത്തിലുള്ള കലക്കവെള്ളവുമാണ് ടാങ്കിൽ നിന്ന് ചീറ്റിയതെന്നും പ്രയോഗത്തിന് ശേഷം പ്രവർത്തകർക്ക് ശരീരമാസകലം കടുത്ത ചൊറിച്ചിൽ അനുഭവപ്പെട്ടതായും സമരക്കാർ പരാതിപ്പെട്ടു. വർഗീയവാദികളോട് പോലീസും ചെയ്യാത്ത ആക്രമണം കെ രാജൻ MLA പ്രതികരിച്ചിരുന്നു. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗത്തിൽ പൂർണ്ണമായി നനഞ്ഞ വസ്ത്രങ്ങളുമായാണ് CPIയുടെ നിയമസഭാ കക്ഷി നേതാവ് കൂടിയായ കെ രാജൻ MLA സഭയിലെത്തിയത്. സർക്കാരിന്റേത് ക്രൂരവും ബോധപൂർവമായ നീക്കമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. വർഗീയവാദികളോടും ക്രിമിനലുകളോടും പോലും ചെയ്യാത്ത തരത്തിലുള്ള മോശം ആക്രമണമാണ് പോലീസ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയിരിക്കുന്നത്. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ പ്രവർത്തകർ സമാധാനപരമായി നിലത്തുനിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഞാൻ അവരോട് സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നതിനിടയിലാണ് ഞങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന വേദിക്ക് നേരെ പോലീസ് ഏകപക്ഷീയമായി വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചത്. ഇത് സാധാരണ സമയമല്ല. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്ന കാലമാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ചെളിവെള്ളം പ്രയോഗിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കണം. ഈ മലിനജലം മൂലം പെൺകുട്ടികളുടെ വസ്ത്രങ്ങളുടെ നിറം പോലും മാറിപ്പോയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. മലിനജലത്തിന് അല്ലെങ്കിൽ ഈ ജലത്തിന് എന്ത് പെൺകുട്ടി ആൺകുട്ടിയല്ലേ?